പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് പറയാൻ നമുക്ക് തന്ന ഈ ജീവിതത്തിലെ ഈ സാവകാശത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ജെനസിസ് ചാപ്റ്റർ 30 കഴിഞ്ഞ 29 അധ്യായങ്ങൾ പിന്നിടാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ലെറ്റ് us thank God for his faithfulness. ആ ദൈവത്തിൻ്റെ ആ ഒരു വലിയ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് നടത്തിയതുകൊണ്ടല്ലേ നമുക്ക് ഇവിടം വരെ വരാൻ കഴിഞ്ഞത്? യെസ്, നിശ്ചയമായിട്ടും ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 30 അധ്യായം യാക്കോബിൻ്റെ ജീവിതത്തിൽ, ലേയുടെ ജീവിതത്തിൽ, റാഹേലിൻ്റെ ജീവിതത്തിൽ ഒക്കെ ഭയങ്കര ബ്രേക്ക് ത്രൂ നടക്കുന്ന ഒരു അധ്യായം. ദിസ് ഈസ് എ ബ്രേക്ക് ത്രൂ ചാപ്റ്റർ ഇൻ എവ്രി വൺസ് ലൈഫ്. ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ, ഈ 3 വ്യക്തി ജീവിതങ്ങളുടെയും ജീവിതം എടുത്തു നോക്കിയാൽ ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ നമുക്ക് അതിനകത്ത് നടക്കുന്നത് കാണാനായിട്ട് കഴിയും. റാഹേല് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവളങ്ങ് കാത്തിരുന്ന് മടുത്ത ഒരു അനുഭവത്തിൽ യാക്കോബിനോട് വന്ന് അവളുടെ ആ സങ്കടവും വേദനയും നിരാശയും ആ കാത്തിരിപ്പിനുള്ള ആ ഒരു മടുപ്പും ഇതെല്ലാം കൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വാക്യമാണ് 1 വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അവളൊരു ബ്ലെയിം, ആരെയൊക്കെയോ ബ്ലെയിം ചെയ്യുകയാണ്. തൻ്റെ സഹോദരിയോട് അസൂയ തോന്നുന്നു, യാക്കോബിനോട് പറയുന്നു നീ എനിക്ക് മക്കളെ തരണം എന്ന് പറയുന്നു. അവളോട് തന്നെ എന്തൊക്കെയോ വെറുപ്പ് തോന്നുന്നു. അതൊക്കെ നമുക്ക് ആ ഒരു വാക്കിനകത്ത്, നീ എനിക്ക് മക്കളെ തരണം ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അതായത് അവൾക്ക് ഇനി ഒട്ടും അവൾക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അത്രയ്ക്കും ആ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അവൾ വന്ന് ആ വാക്ക് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ഫ്രൂട്ട്ഫുൾ ആകാത്തതിന് നമ്മൾ ഒത്തിരി പേരെ ബ്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ട്. വി മേ ബ്ലെയിം അവർ സെൽസ്, വി മേ ബ്ലെയിം അതേഴ്സ്, വി മേ ബ്ലെയിം ദ സിറ്റുവേഷൻസ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ബട്ട് ഡോണ്ട് ട്രൈ ടു ബ്ലെയിം എനിവൺ എൽസ് ഓർ എനിത്തിങ് എൽസ് ഫോർ നോട്ട് ബീയിങ് ഫ്രൂട്ട്ഫുൾ. നമുക്ക് ഫ്രൂട്ട്ഫുൾ ആകാൻ പറ്റാതെ പോകുന്നതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം. ഇതിൻ്റെ ഒരു പോസിറ്റീവ് റീസൺ ഞാൻ പറയട്ടെ. റാഹേലിൻ്റെ ജീവിതത്തിൽ അവൾക്ക് ഇതുവരെയും, ഇപ്പോൾ ഇവളിത് പറഞ്ഞതിന് ശേഷവും പിന്നെ ഒരു 4-5 വർഷം കൊണ്ട് അവൾക്ക് കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ. അത്രയും ആ ബ്ലെസ്സിങ് ഡിലേ ആകേണ്ടി വന്നതിൻ്റെ ഒരു പോസിറ്റീവ് റീസൺ. ദൈവത്തിൻ്റെ മുന്നറിവിൽ ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന സകല കാര്യങ്ങളും ദൈവത്തിനറിയാം. അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സന്തതി ഈ ദേശത്തേക്ക് അടിമകളായിട്ട് പോകുമെന്നും 4ാം തലമുറക്കാട് അവിടെ നിന്ന് പുറത്തു വരുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി റാഹേലിൻ്റെ സന്തതിയായ ജോസഫാണ് ഫറവോൻ്റെ പ്രധാനമന്ത്രിയായി അവിടെ ക്ഷാമം തുടങ്ങുന്ന സമയത്ത് കസേരയിലിരിക്കേണ്ടത്. ആ 7 വർഷക്കാലം അവിടെ കസേരയിലിരിക്കേണ്ട ജോസഫ് ജനിക്കാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം
അതെല്ലാം കൂടെ ശരിയായി വന്നെങ്കിൽ മാത്രമേ ആ കറക്റ്റ് ടൈമിൽ ഫറവോൻ്റെ പ്രധാനമന്ത്രിയായി മിസ്രൈമിൽ ചെന്ന ജോസഫിനിരിക്കാൻ കഴിയുകയുള്ളൂ. ജോസഫ് അവിടെ ആ വിധത്തിൽ ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയെങ്കിൽ മാത്രമേ ഇസ്രയേൽ മക്കൾ ഭൂമിയിൽ ശേഷിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ക്ഷാമം കൊണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആ ഗോത്രപിതാക്കന്മാർ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. അവരെ ഈ ഭൂമിയിൽ പ്രിസേർവ് ചെയ്യണമെങ്കിൽ, ഈ ഫാമിൻ ഓൾറെഡി ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്നറിവിൽ ദൈവത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഫാമിൻ്റെ സമയത്ത് ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടുന്ന ജോസഫ് ആ കറക്റ്റ് ടൈമിലേ ജനിക്കാൻ പാടുള്ളൂ. അതിനു മുമ്പ് നമ്മൾ കൈയും കാലും ഇട്ടടിച്ച് ബഹളം ഉണ്ടാക്കി ഇപ്പം കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനായി കാത്തിരിക്കുക. കർത്താവ് അതിൻ്റെ സമയത്ത് ഭംഗിയായി അത് ചെയ്തെടുക്കും. ആ ഒരു ഉറപ്പ്, അത് കാര്യങ്ങൾ സംഭവിക്കാത്തതിൻ്റെ പിന്നിൽ എല്ലാം. റാഹേലിനെ സംബന്ധിച്ചിടത്തോളം അവൾ നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. അവൾക്ക് ഭർത്താവിൻ്റെ സ്നേഹമുണ്ട്, അവളെ കാണാൻ സൗന്ദര്യവതിയാണ്, അവൾ ഷീസ് മോർ ഏബിൾ ദാൻ ലേയ, പല കാര്യത്തിലും അവൾ മുൻപന്തിയിലാണ്. ബട്ട് ഷീസ് നോട്ട് ഏബിൾ ടു ബെയർ എ ചൈൽഡ്. അവൾക്കൊരു സന്തതിയെ ജനിപ്പിക്കുവാനായിട്ട് കഴിയുന്നില്ല. അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമാണ്. അങ്ങനെയുള്ള ആ അനുഭവത്തിൻ്റെ നടുവിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവൾക്ക് ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിലും ഷീസ് ലുക്കിംഗ് അറ്റ് ദ മോസ്റ്റ് നെഗറ്റീവ് തിങ് വിച്ച് ഈസ് ദെയർ ഇൻ ഹെർ ലൈഫ്. അവളുടെ ജീവിതത്തിലുള്ള ആ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ആ ഒരു കാര്യത്തെയാണ് അവൾ നോക്കുന്നത്. അതിനെ നോക്കിയിട്ട് ഞാനങ്ങ് മരിച്ചു പോകും എന്നൊക്കെ ഉള്ള ഒരവസ്ഥയിലേക്ക് അങ്ങ് പോവുകയാണ്. അത്രയും ഫ്രസ്ട്രേറ്റഡ് ആവാൻ, ഈ ഒരു എക്സ്ട്രീമിലേക്ക് പോകാതെ ഇരിക്കാൻ നമ്മളെ തന്നെ, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം അവസ്ഥകളെ എല്ലാം 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 ഹല്ലേലൂയ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു കൃപ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അപ്പോൾ പക്ഷേ യാക്കോബിൻ്റെ മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ യാക്കോബ് റാഹേലിനോട് കോപം ജ്വലിച്ച്, നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറയുന്നു. അതായത് യാക്കോബ് റാഹേലിനോട് പറയുകയാണ്, ഇറ്റ്സ് നോട്ട് മീ, ഇറ്റ്സ് ഗോഡ്. ഇത് ദൈവമാണ് ഈ കാര്യത്തിൽ നിനക്ക് മറുപടി തരേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബല്ല അവൾക്ക് മറുപടി കൊടുക്കേണ്ടത്, ദൈവമാണ് മറുപടി കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമുക്ക് മറുപടി വരേണ്ടത് യാതൊരു അധികാര സ്ഥാനങ്ങളിൽ നിന്നുമല്ല, യാതൊരു മനുഷ്യരിൽ നിന്നുമല്ല. നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത് നമ്മുടെ കൂട്ടാളിയിൽ നിന്നല്ല, നമ്മുടെ സന്തതികളിൽ നിന്നല്ല, നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നല്ല, നമ്മുടെ ബോസിൽ നിന്നല്ല. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെയും നിങ്ങളുടെയും ഉത്തരം വരേണ്ടത് ഹല്ലേലൂയ ഇതുവരെ വന്നത്, ഇനി വരാൻ പോകുന്നത് എല്ലാം നമ്മുടെ ഉടയവനായ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും പ്രാപിച്ചെങ്കിൽ ഓർത്തോ, അത് ഭർത്താവ് കൊണ്ട് തന്നതല്ല, മക്കൾ കൊണ്ട് തന്നതല്ല. ഹല്ലേലൂയ സ്തോത്രം. സഹോദരങ്ങൾ തന്നതല്ല. ഹല്ലേലൂയ. അനുഭവിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ അതിൻ്റെ ഉത്തരം യഹോവയാൽ വന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ ചില വർഷങ്ങൾക്ക് മുമ്പ് നാം ചിന്തിച്ച ഒരു വാക്യമാണ് ഓർക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. ചീട്ട് മടിയിലിടുന്നു, അതിൻ്റെ വിധാനമോ യഹോവയാൽ അത്രേ. ഹല്ലേലൂയ
സ്തോത്രം. ചീട്ടിടാനായിട്ട് കഴിയും, പക്ഷേ അതെങ്ങനെ വീഴണമെന്നുള്ളത് പോലും തീരുമാനിക്കുന്നത് സ്വർഗമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറയ്ക്കാം. ഹല്ലേലൂയ. എന്ത് ഇവിടെ മനുഷ്യരാരേലും വിചാരിച്ചാലും മറുപടി തടയത്തില്ല. സ്തോത്രം. ഇനി ഹല്ലേലൂയ എനിക്ക് ആ വിഷയത്തിൽ മറുപടി തരത്തില്ലെന്ന് ഹല്ലേലൂയ ഏതെങ്കിലും അധികാരങ്ങൾ വിചാരിച്ചാൽ, ഹല്ലേലൂയ സ്തോത്രം, ഒന്നുകൂടെ കടന്ന് ഞാൻ പറയട്ടെ, ഏതെങ്കിലും ആത്മമണ്ഡലത്തിൽ ഹല്ലേലൂയ ചില പാഴ്സി ദേശത്തിന്റെ പ്രഭുവോ ഹല്ലേലൂയ നമ്മുടെ ദേശത്തെ വാഴുന്ന ആത്മമണ്ഡലത്തിലെ ഹല്ലേലൂയ അന്ധകാര വ്യാപാരങ്ങളോ ഹല്ലേലൂയ വാഴ്ചകളോ അധികാരങ്ങളോ കർത്തൃത്വങ്ങളോ അവർ വിചാരിച്ചാൽ പോലും എന്റെയും നിങ്ങളുടെയും മറുപടി തടയാൻ കഴിയില്ല. ഹല്ലേലൂയ. ആ മറുപടി വന്നിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. കാരണം മറുപടി അയക്കുന്നത് ദൈവമാണെങ്കിൽ അത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് എത്തിക്കുവാൻ ഹല്ലേലൂയ ഇനി മിഖായേലിനെ അയച്ച് പടവെട്ടിക്കണമെങ്കിൽ അതുപോലും ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ ദൈവമാണ് എൻ്റെ ഉടയവൻ, നിങ്ങളുടെ ഉടയവൻ എന്നോർത്ത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം കരയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ യാക്കോബും ഒരു കാര്യം കൂടെ ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയുകയാണ്. യാക്കോബാകുന്ന ആ കല്ല് ആലയമായിക്കൊണ്ടിരിക്കുകയാ കേട്ടോ. തൻ്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ആ ഫേവറിറ്റിസം, ഹല്ലേലൂയ ആ ഡിസപ്ഷൻ, അതൊക്കെ ഇങ്ങനെ ചൂഴ്ന്നെടുത്ത് കളയുവാൻ, അതൊക്കെ ഐഡന്റിഫൈഡ് ആയി കഴിഞ്ഞ അധ്യായത്തിൽ. ഇവിടെ യാക്കോബ് ഹല്ലേലൂയ ആകുന്ന കല്ല് ആലയമാകുവാനായിട്ട് ദൈവം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. എന്ത്? യാക്കോബിനോട് ഹല്ലേലൂയ സ്തോത്രം ഈ ഒരു ഉൾക്കാഴ്ച കൊടുക്കുകയാണ്. യാക്കോബേ, നിന്നിലൂടെ ഹല്ലേലൂയ നിനക്കിപ്പോൾ ഇത്രയും മക്കളൊക്കെ ഉണ്ടായി, കാര്യങ്ങളൊക്കെ ശരിയാണ്, ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് സമ്പത്തുണ്ടാകുന്നു, നിനക്ക് വേല ചെയ്യുവാൻ കൈക്ക് ബലം കിട്ടുന്നു, ഇതെല്ലാം ഹല്ലേലൂയ സ്തോത്രം നാളെ ഒരിക്കൽ എൻ്റെ കൈ സമ്പത്തുണ്ടാക്കിയെന്ന് പറയാതെ വണ്ണം ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ കരമാണ്. ഹല്ലേലൂയ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്താലാണ് എന്നുള്ള ഒരു ബോധ്യം ഹല്ലേലൂയ യാക്കോബിൻ്റെ ഉള്ളിൽ വരികയാണ്. ഹല്ലേലൂയ എന്നിലൂടെ അല്ല, ഹല്ലേലൂയ ഞാൻ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത് ഹല്ലേലൂയ എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ലൈഫിലെ whatever happens in my life is in control hallelujah of God. ദൈവത്തിൻ്റെ ആ നിയന്ത്രണത്തിലാണ് എൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നടക്കുന്നതെന്ന് ഹല്ലേലൂയ സ്തോത്രം യാക്കോബാകുന്ന കല്ല്, ആലയമായിക്കൊണ്ടിരിക്കുന്ന കല്ല് തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം, ഒരു അബദ്ധം കൂടെ ഹല്ലേലൂയ ഇവിടെ റേച്ചൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആക്ച്വലി ഈ അബ്രഹാം ചെയ്ത ഒരു കാര്യമുണ്ട്, നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. എന്ത്? അബ്രഹാം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ കൺക്യൂബിൻസിനെ, തൻ്റെ വെപ്പാട്ടികളെ ഹല്ലേലൂയ സ്തോത്രം, കെതൂറയിലുണ്ടായ മക്കൾ, ബാക്കി എല്ലാവരെയും, വാഗ്ദത്ത സന്തതി ഒഴിച്ച് ബാക്കി എല്ലാവരെയും ദാനങ്ങൾ കൊടുത്ത് അബ്രഹാം ദൂരേക്ക് പറഞ്ഞയച്ചതാണ്. ഹല്ലേലൂയ സ്തോത്രം, മാറ്റിവിട്ടതാണ്. ബട്ട് നൗ Rachel is introducing hallelujah സ്തോത്രം that ഈ വെപ്പാട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, റേച്ചലും ലേയും റാഹേലും ഇവർ രണ്ടുപേരുമാണ് ഇസ്രായേൽ ഗ്രഹം പണിയേണ്ടത്. 12 ഗോത്രങ്ങൾ ഇവർ രണ്ടുപേരിലൂടെ തന്നെ ഉടലെടുക്കുവാൻ കഴിയുമായിരുന്നില്ലേ? എന്തിനാണ് ഹല്ലേലൂയ സ്തോത്രം ഈ ദാസിമാരെ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടിയത്? ബിൽഹയും സിൽപ്പയും എന്തിന് ഇതിനകത്തേക്ക് വന്നു? അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റേച്ചലാണ്. വീണ്ടും മടക്കി കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ സ്തോത്രം.
നമ്മിലൂടെ ചെയ്തെടുക്കേണ്ടുന്ന, നമ്മിലൂടെ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യേണ്ടുന്ന, നമ്മിലൂടെ നമ്മുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടുന്ന വാക്തത്വങ്ങളുടെ പൂർത്തീകരണങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാനുഷിക ബുദ്ധിയിൽ വേറെ ഒന്നിനെയും വിളിച്ചു കയറ്റരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നിനെയും വിളിച്ചു കയറ്റുവാനായിട്ട് ഇടയാകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ, അത്തരമുള്ള അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. റാഹേൽ അങ്ങനെ ചെയ്തപ്പോൾ ലേയും അങ്ങനെ ചെയ്തു. ഒരു വീട്ടിനകത്ത് കാര്യങ്ങൾ വീണ്ടും വീണ്ടും മറിയുകയാണ്. 3-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, എന്നാൽ ഇങ്ങനെ അല്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് 14-ാം വാക്യത്തിൽ ഒരു കാര്യം കാണാനായിട്ട് കഴിയും. ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂബേൻ പുറപ്പെട്ട് വയലിൽ ദൂതായിപ്പഴം കണ്ട് തൻ്റെ അമ്മയായ ലേയുടെ അടുക്കൽ കൊണ്ടുവന്നു. എനിക്ക് രൂബേൻ്റെ ആ സ്വഭാവം ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഒരു ധനാഢ്യനായ മനുഷ്യൻ്റെ മൂത്ത മകനാണവൻ. അവരുടെ വീട്ടിൽ ധാരാളം ദാസീദാസന്മാരുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആൾക്കാരുണ്ട്. അതിൻ്റെ നടുവിൽ രൂബേന് വീട്ടിലിരുന്നാൽ മതി, കൊയ്ത് മെതിച്ച് ധാന്യം വീട്ടിലെത്തും, അമ്മ ഭക്ഷണം ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കും, ഭക്ഷിച്ച് സുഖമായിട്ട് അങ്ങ് വളർന്നാൽ മതി, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ കൊയ്ത്ത് നടക്കുന്ന സമയത്ത് വീട്ടിലൊതുങ്ങാതെ വയലിൽ ഇറങ്ങുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അന്ത്യകാലത്തിന്റെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്ത്യകാലത്തിന്റെ കൊയ്ത്ത് നടക്കുമ്പോൾ വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന, വീട്ടിനകത്ത് കയറി സുഖസൗകര്യങ്ങൾക്കകത്ത് കയറി ഇരിക്കുന്ന ഒരു തലമുറയല്ല നമ്മുടെ ആദ്യജാതന്മാർ, ആദ്യജാതമാർ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ കൊയ്ത്ത് നടക്കുന്ന നിലത്തെ കാണുമ്പോൾ വീട് വിട്ട് ഹല്ലേലൂയ വയലിലേക്ക് ഇറങ്ങുവാനായിട്ട് അവനെ ആരും പറഞ്ഞു വിട്ടതല്ല. ഹല്ലേലൂയ, അവൻ പുറപ്പെട്ടു പോയതാണ്. ഹല്ലേലൂയ. ആൻഡ് റൂബേൻ ഹല്ലേലൂയ, സ്തോത്രം, went in the days of wheat harvest and found mandrakes in the field. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, അവൻ ആ കൊയ്ത്ത് കാലത്ത് വീട്ടിലിരുന്നിരുന്നു എങ്കിൽ, സ്തോത്രം, ലേയുടെ ജീവിതത്തിലെ ഒരു വലിയ ബ്രേക്ക് ത്രൂ നടക്കത്തില്ലായിരുന്നു. ലേയുടെ ജീവിതത്തിൽ വന്ന ഈ വലിയ ബ്രേക്ക് ത്രൂ, ഹല്ലേലൂയ, സ്തോത്രം, അതിൻ്റെ കാരണമായത് അവളുടെ സന്തതിയാണ്. So let's pray that our children will bring a breakthrough in our life. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ നിമിത്തം ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഒരു വലിയ ജയം, ഒരു ബ്രേക്ക് ത്രൂ നമ്മുടെ ജീവിതത്തിൽ വരും എന്നോർത്ത് സ്തോത്രം ചെയ്താട്ട്. ഇത് ഇവരുടെ ആദ്യത്തെ സന്തതി ആയതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെയൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ ഏറ്റവും മൂത്തത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അല്ലെങ്കിൽ ഒറ്റയൊന്നേ ഉള്ളെങ്കിൽ അതായിക്കോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, അവരെ ഒന്ന് ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. കർത്താവേ,
അവരിലൂടെ എനിക്കൊരു ബ്രേക്ക് ത്രൂ വരും. ഹല്ലേലൂയ. ആ ആൺസന്തതിയിലൂടെ, ഹല്ലേലൂയ ഹല്ലേലൂയ, ആ പെൺതലമുറയിലൂടെ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ വരും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന, എന്നെ ഹല്ലേലൂയ സ്തോത്രം തരത്തില്ലെന്ന്, ഹല്ലേലൂയ എനിക്ക് തരത്തില്ലെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന, എന്നിൽ നിന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന, ഹല്ലേലൂയ, പലതും എന്നിലേക്ക് റിലീസ് ചെയ്യത്തക്കവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, ഒരിക്കൽ കൂടി ഹല്ലേലൂയ സ്തോത്രം ഒന്നുകൂടെ ഒന്ന് പ്രൊഡക്റ്റീവ് ആകുവാൻ, ഒന്നുകൂടെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം ആ ദേശത്തിന്റെ നടുവിൽ, കുടുംബക്കാരുടെ നടുവിൽ, അകത്തും പുറത്തും എൻ്റെ തലയൊന്ന് ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിലുള്ള ഒരു ബ്രേക്ക് ത്രൂ എൻ്റെ ആദ്യ ജാതയിലൂടെ, എൻ്റെ സന്തതിയിലൂടെ ഹല്ലേലൂയ ദൈവം എനിക്ക് കൊണ്ട് തരുമെന്ന് ഹല്ലേലൂയ ഒന്ന് വിശ്വസിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ലേയുടെ ജീവിതത്തിൽ നടന്ന ആ വലിയ ബ്രേക്ക് ത്രൂവിൻ്റെ റീസൺ ഇതാണെന്നുള്ളത്. ഓക്കെ, ഇവൻ ഐ വിൽ സ്പീക്ക് അബൌട്ട് ദാറ്റ് മാൻഡ്രേക്സ് കേട്ടോ. ദൂതായി പഴത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വിഷയമാണ് ഈ ദൂതായി പഴം. ഭയങ്കര ഇഷ്ടമാണ് ഈ വിഷയം. ഹല്ലേലൂയ സ്തോത്രം. ഞാനത് തൊട്ടാൽ ചിലപ്പോൾ ഒത്തിരി സമയം എടുക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. ബട്ട് ഐ വിൽ ട്രൈ ഒരു ഗ്ലിംസ് അതിനകത്തുനിന്ന് ഹല്ലേലൂയ സ്തോത്രം പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇവൻ ഈ മാൻഡ്രേക്ക് കൊണ്ടുവന്നതാണ് ലേയെ സംബന്ധിച്ചിടത്തോളം. ഇവൻ കൊണ്ടുവരുമ്പോൾ റീച്ചൽ പറയുകയാണ്, എനിക്ക് ആ ദൂതായി പഴം തരാമോ എന്ന് ചോദിക്കുകയാണ്. റീച്ചൽ പറയുകയാണ്, റാഹേൽ ലേയോട് നിന്റെ മകൻ്റെ ദൂതായി പഴം കുറെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. സോ ഹിയർ ലേയ, ഷീ ഈസ് ഓൾസോ സോ മച്ച് ഫ്രസ്ട്രേറ്റഡ്. എന്നാലോചിക്കുക, ആ വീട്ടിനകത്തെ ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന്. റാഹേൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, അവൾക്ക് മക്കളില്ല. ലേയ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, കാരണം അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല. ഓക്കെ, ആകെ ഒരു ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ആ ഭവനം കടന്നു പോകുന്നതെന്ന് ഓർക്കുക. ഹല്ലേലൂയ. പക്ഷേ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പം അത് മുഴുവൻ പൊട്ടി തകർന്നു പോകുന്നു, അത് മുഴുവൻ അങ്ങ് ബ്രേക്കായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിസ് ഈസ് എ ബ്രേക്ക് ത്രൂ ചാപ്റ്റർ ഇൻ ദ ലൈഫ്. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ബ്രേക്ക് ത്രൂ ചാപ്റ്ററായത്. ഹല്ലേലൂയ സ്തോത്രം. പറയാണ്, അവളോട് നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരാതെ എൻ്റെ മകൻ്റെ ദൂതായി പഴം കൂടെ വേണമോ? അപ്പം ആൻസർ നോക്കിക്കേ, അവൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആണ് ലേയ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. So she releases Jacob to Leah for that night. Not only that night, കുറേ കാലത്തേക്ക് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം റെസ്റ്റോർ ആയത് നമുക്ക് കാണാൻ കഴിയും. ബിക്കോസ് 3 കുഞ്ഞുങ്ങളെ ലേയ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. ഇസാഖാർ, സെബുലൂൻ ആൻഡ് ദ ഒൺലി ഗേൾ ദീന. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അത് ഒറ്റ ദിവസത്തേക്ക് മാത്രം കിട്ടിയ ഒരു നന്മയല്ല. ഹല്ലേലൂയ ലേയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ യാക്കോബുമായിട്ടുള്ള ആ ബന്ധം റെസ്റ്റോർ ചെയ്ത ആ ഒരു വലിയ ബ്രേക്ക് ത്രൂ നടക്കാൻ ഇടയായത് ഈ രൂപൻ്റെ ഈ ആക്ഷന്. ഹല്ലേലൂയ. ദിസ് ഈസ് എ പ്രോഫറ്റിക് വേർഡ്. ഇതൊരു പ്രവചന ശബ്ദമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളിലൂടെ നമുക്കൊരു ബ്രേക്ക് ത്രൂ വരുന്നു. ഒന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, അതൊന്ന് വിശ്വസിച്ച് ഒന്ന് ഏറ്റെടുത്തേ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഹല്ലേലൂയ, ഒരിക്കലും വിചാരിക്കാത്ത നമ്മുടെ
ബുദ്ധിയിൽ ഉദിക്കാത്ത, നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഹല്ലേലൂയ ഒരു റെസ്റ്റോറേഷൻ, ഹല്ലേലൂയ ഒരു ബ്രേക്ക് ത്രൂ, ഹല്ലേലൂയ എൻ്റെ സന്തതികളുടെ, ഹല്ലേലൂയ 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 എൻ്റെ സന്താനങ്ങളുടെ, ഹല്ലേലൂയ അവരുടെ ആക്ഷനിലൂടെ, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, അവർ വയലിലേക്ക് ഇറങ്ങുന്നത് നിമിത്തം എനിക്കൊരു വലിയ ബ്രേക്ക് ത്രൂ വരുമെന്ന് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ഹല്ലേലൂയ നിലനിൽക്കുന്ന ഒരു ബ്രേക്ക് ത്രൂ. ഞാൻ പറഞ്ഞല്ലോ ഹല്ലേലൂയ ഇറ്റ് വാസ് നോട്ട് ഓൺലി ഫോർ എ ഡേ, ഒരു നൈറ്റിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം സംഭവിച്ചതല്ല. ഹല്ലേലൂയ ഇറ്റ് വാസ് ഇറ്റ് ഹാപ്പൻഡ് മെനി ഡേയ്സ്. പിന്നീട് ഹല്ലേലൂയ അടുത്ത ദിവസങ്ങളിലെല്ലാം, ഹല്ലേലൂയ അടുത്ത വർഷങ്ങളിൽ, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ലേയുടെയും യാക്കോബിൻ്റെയും ആ ബന്ധം അതുപോലെ നിലനിന്നു. അതുകൊണ്ടാണ് 3 കുഞ്ഞുങ്ങൾ ജനിച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രൂഫാണ് ആ 3 കുഞ്ഞുങ്ങളുടെ ജനനം എന്ന് ഓർക്കുക. പിന്നീട് ലേയ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും സംസാരിക്കുന്നതോ ഒന്നും നമ്മൾ പുസ്തകത്തിലുടനീളം കാണുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നിലനിൽക്കുന്ന ഒരു വിടുതൽ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ തലമുറകളിലൂടെ, ഹല്ലേലൂയ സ്തോത്രം, പ്രത്യേകിച്ച് നമ്മുടെ ആദ്യജാതന്മാരിലൂടെ, ഹല്ലേലൂയ ആദ്യജാതകളിലൂടെ, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. എങ്ങനെയാണ് വന്നത്? ഹല്ലേലൂയ അവർ ഹല്ലേലൂയ കൊയ്ത്ത് കണ്ടിട്ട് വയലിലേക്ക് ഇറങ്ങിയത് നിമിത്തം, ഹല്ലേലൂയ ഞാൻ പറഞ്ഞല്ലോ അന്ത്യകാലത്തിന്റെ കൊയ്ത്ത് നടക്കുന്ന ഈ വയലിലേക്ക് ഹല്ലേലൂയ അവർ ഇറങ്ങുന്നത് നിമിത്തം നമുക്കൊരു വിടുതൽ വരുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുകയോ ഹല്ലേലൂയ ആലോചിക്കുകയോ ഒന്നും ചെയ്യാത്ത വിധത്തിൽ ദൈവം ആ കാര്യം ചെയ്തെടുക്കും എന്നോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ. ലേയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ ബ്രേക്ക് ത്രൂ നടക്കുകയാണ്. ഹല്ലേലൂയ. 22 വാക്യത്തിൽ ദൈവം റാഹേലിനെ ഓർത്തു, ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. ഹല്ലേലൂയ. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ റാഹേലിൻ്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ ഇവിടെ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിനു മുമ്പ് ഈ ദൂതായിപ്പഴം, മാൻഡ്രേക്സ്, ഈ ദൂതായിപ്പഴത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ഇതിനൊരു പിക്ചർ നിങ്ങളൊന്ന് എടുത്ത് നോക്കണം കേട്ടോ. ഈ മാൻഡ്രേക്സ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് ഗൂഗിളിനകത്തു നിന്ന് കിട്ടും. മാൻഡ്രേക്സ് ഇൻ ദ ബൈബിൾ അങ്ങനെയൊക്കെ അടിച്ചാലും നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടും. മാൻഡ്രേക്സിനെ കുറിച്ച് 2 സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൈവവചനത്തിനകത്ത്. 1 ഇവിടെയും, 2 സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 7 വേഴ്സ് 13, ഉത്തമഗീതം 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലുമാണ്. 2 ഭാഗങ്ങളിലാണ് മാൻഡ്രേക്സിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ മാൻഡ്രേക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഹാസ് ഗോട്ട് എ യുണീക്ക് ഫ്രാഗ്രൻസ്. മാൻഡ്രേക്ക് എവിടെയെങ്കിലും ദൂതായിപ്പഴം രൂപേൻ പറിച്ചുകൊണ്ട് വന്നെന്ന് എങ്ങനെ റാഹേലിന് മനസ്സിലായി? അതിൻ്റെ സ്മെല്ല് ഭയങ്കരമാണ്. ഓക്കെ, ഒരു പ്രത്യേക സ്മെല്ലുള്ള ഒരു ഫ്രൂട്ടാണ് ഈ മാൻഡ്രേക്ക് എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇറ്റ്സ് റൂട്ട്സ് ലുക്സ് ലൈക്ക് എ ബേബീസ് ബോഡി. അതിൻ്റെ ആ റൂട്ടിൻ്റെ പിക്ചർ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിനകത്ത് അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു കുഞ്ഞിൻ്റെ ഒരു ശരീരവും കൈയും കാലും ഒക്കെ പോലെ ഇരിക്കും ആ റൂട്ട് കണ്ടാൽ. ഓക്കെ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയാമോ? ഈ മാൻഡ്രേക്കിനെ കുറിച്ച് അന്നത്തെ കാലത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്താണ്? ഈ മാൻഡ്രേക്സ് കഴിച്ചാൽ ഹല്ലേലൂയ മക്കളുണ്ടാകും, കുഞ്ഞുങ്ങൾ ജനിക്കും എന്നുള്ള ഒരു ചിന്ത. അതിന് വേണ്ടിയിട്ട് ബാരൻ ലേഡീസ് യൂസ് ടു ഈറ്റ് മാൻഡ്രേക്സ്. മച്ചിയായവർ, കുഞ്ഞുങ്ങൾ ജനിക്കാത്തവർ ഈ മാൻഡ്രേക്ക് ഭക്ഷിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ മാൻഡ്രേക്കിനെ നമ്മുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ച് നോക്കിക്കേ. ആക്ച്വലി രൂപേൻ ഇറങ്ങിപ്പോയത്
ഗോതമ്പ് വയലിലേക്കാണ്. അവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഗോതമ്പാണ്, മാൻഡ്രേക്ക് അല്ല, ഗോതമ്പാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാൻഡ്രേക്ക് എവിടുന്ന് വന്നു? വയലിൻ്റെ അരികിൽ എവിടെയോ കിളിർത്ത് വന്നതാണ്. Okay, it is not cultivated in the field, but it grew by chance. അത് നിലം കുഴിച്ച് മാൻഡ്രേക്കിൻ്റെ തൈകൾ നട്ട് ഒന്നും ഉണ്ടായതല്ല. ഇത് അരികത്തെവിടെയോ കിളിർത്ത് വന്നതാണ്. ഇതിന് there is no owner, അതിനൊരു ഉടമസ്ഥനില്ല. no one to give water or manure, വളവിടാനോ വെള്ളം ഒഴിക്കാനോ ഒന്നും ആരുമില്ല. ആരാലും വലിയ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി ജീവിതവും ഒന്നുമല്ല. വയലിൻ്റെ അരികിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, വലിയ ആരുടെയും വലിയ ഞാൻ വളം ഒഴിച്ചെന്നോ വളം ഇട്ടെന്നോ വെള്ളം ഒഴിച്ചെന്നോ എന്നൊന്നും ആർക്കും ഒത്തിരി അവകാശപ്പെടാനൊന്നുമില്ലാത്ത, ദൈവത്താൽ പരിപാലിപ്പിക്കപ്പെട്ട്, ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട്, ദൈവത്താൽ വളർത്തപ്പെട്ട ഒന്നാണ് ഈ മാൻഡ്രേക്ക്. നമ്മളിൽ പലരുടെയും ജീവിതം അങ്ങനെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വയലിൻ്റെ അരികിൽ എവിടെയോ, ഇനി ഒരു ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ പോലും ഹല്ലേലൂയ, സ്തോത്രം, ആരാലും വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ജീവിതം ആയിരിക്കാം നിങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ബിക്കോസ് അവരെല്ലാവരും ശ്രദ്ധിക്കുന്നത് വീറ്റിനെയാണ്, ഗോതമ്പിനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വർഷക്കാലം മുഴുവൻ, അല്ലെങ്കിൽ ആ ഒരു സീസൺ മുഴുവൻ അല്ലെങ്കിൽ എല്ലാവരും വെള്ളമൊഴിച്ചതും വളമിട്ടതും പറിച്ചതും ഇതെല്ലാം ചെയ്തത് ഗോതമ്പിന് വേണ്ടിയിട്ടാണ്. പക്ഷേ സൈഡിൽ എവിടെയോ നിന്ന് ഈ ഗോതമ്പിനിട്ട വളവും ഗോതമ്പിനൊഴിച്ച വെള്ളവും ഇതെല്ലാം വലിച്ചെടുത്ത് കൃപയാൽ വളർന്നു വന്ന് നിൽക്കുന്ന ഒരു ജീവിതം നമ്മൾ ഓർക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആരെങ്കിലും വന്ന് പറിച്ചുകൊണ്ട് പോയില്ല എങ്കിൽ ഇതിനെ ഒന്നും കൊയ്തെടുത്ത് ഇറ്റ്സ് നോട്ട് ടേക്കൺ ടു ദ ബാൺ ഹൗസ്, ധാന്യപുരയിലൊന്നും കൂട്ടി വെക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഓർത്തോ, നമ്മൾ പലപ്പോഴും ഓർക്കും, കർത്താവേ, നമ്മളായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മൾക്ക് ആരും വലിയ എൻകറേജ്മെൻ്റ് ഒന്നും ചിലപ്പം തന്നിട്ടായിരിക്കത്തില്ല, അതിനെ ശുശ്രൂഷിക്കാൻ അവസരം തന്നിട്ടായിരിക്കത്തില്ല, ഒന്നും ആയിരിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, നാം അറിയാതെ the fragrance of gospel, the fragrance of Christ, hallelujah, ആ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന, ഹല്ലേലൂയ, സുവിശേഷത്തിൻ്റെ സൗരഭ്യവാസന, ഹല്ലേലൂയ, നമ്മുടെ ഫലത്തിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ചില രൂപേന്മാർ അട്രാക്റ്റഡ് ആകപ്പെടും. ഹല്ലേലൂയ, വീട്ടിൽ നിന്ന്